അറിയാം, ഭഗവാൻ അറിയാം. പക്ഷേ ഭഗവാൻ ഒരു കാര്യം അറിയാം, പാണ്ഡവന്മാരിൽ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനൻ നിസാരക്കാരനല്ല, മഹായോഗ്യനാണ്. അനവധി അസ്ത്രങ്ങൾ കൈക്കലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനിയൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അവന് പരാജയം സംഭവിക്കാതിരിക്കാൻ എന്ത് വേണം? പാശുപതാസ്ത്രം എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരവുമായിട്ടുള്ള അസ്ത്രം ആരുടെ കയ്യിൽ വേണം? അർജുനന്റെ കയ്യിൽ ഉണ്ടാവണമെന്ന് നിരീക്ഷിച്ചുകൊണ്ട് ഭഗവാൻ രഹസ്യ ഉപദേശത്തെ കൊടുത്തു. ഈ ഉപദേശത്തെ സ്വീകരിച്ച പാണ്ഡവന്മാര് ഈ 5 പേരിൽ ഒരാളെയാണ് തെരഞ്ഞെടുത്തത്. ആരാ ഈ 5 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4, 5. ഇതിൽ 5 പേരിൽ ആ ധർമ്മപുത്രരെ ആരെ തെരഞ്ഞെടുത്തു? ഈ മധ്യഭാഗത്തുള്ളത് ഇവിടെ വരും. ഇവിടെ അല്ല, അവിടെ ഇരിക്കണ്ട. ഭീമസേന അവിടെ ഇരുന്നോളൂ, അനങ്ങണ്ട. അർജുന ഇവിടെ വരൂ, ഇവിടെ വരൂ. 5 എണ്ണത്തിൽ ഇപ്പൊ പ്രധാനി ആരാ? കണ്ടോ, ഇതിലിപ്പോ നടക്കാൻ ശേഷിയുള്ളത്. എണീക്കൂ, ഇവിടെ വരൂ, ഇങ്ങോട്ട് അടുത്തേക്ക് വരൂ. വല്ലാണ്ട് ഇവിടെ വരണ്ട. അതെ, അർജുനനാണ്. കാര്യങ്ങൾ വകതിരിവ് കണ്ടില്ലേ? വിളിക്കേണ്ട താമസം, വരേണ്ട താമസം, പോവാൻ പറഞ്ഞു പോയി, അങ്ങനെ വേണം. കയ്യിൽ ആയുധമൊക്കെ പിടിച്ചിട്ടാ ഇരിക്കുന്നത്. ആള് നിസാരക്കാരനല്ല. അങ്ങനെയുള്ള അർജുനനെയാണ് ആര് തെരഞ്ഞെടുത്തത്? പാണ്ഡവന്മാര് തെരഞ്ഞെടുക്കാനാണ് വന്നത്. അപ്പൊ അർജുനന് തോന്നി നിസാരപ്പെട്ട കാര്യമല്ല, ഭഗവാന്റെ കയ്യിൽ നിന്നോ പാശുപതാസ്ത്രം കൈക്കലാക്കലാണ് എന്റെ ഉത്തരവാദിത്വം. അർജുനൻ ആലോചിച്ചു, എന്താ വേണ്ടത്? ഭഗവാനോട് ചെന്ന് ചോദിക്കാൻ പറ്റുമോ? ഭഗവാനെ, എനിക്ക് പാശുപതാസ്ത്രം ഒന്ന് എടുത്തു തരൂ. ചോദിക്കാൻ പാടില്ല. അപ്പൊ അർജുനന് തോന്നി ഭഗവാന്റെ പ്രിയതമയുണ്ട്. ആരാ? ദേവി പാർവതി. ഗംഗാദേവി, പാർവതി ദേവി. പ്രായം ചെന്നപ്പോ അനുസരണക്കേട് തുടങ്ങിയിരിക്കണം രണ്ടെണ്ണത്തിനും. ഒരു ഭർത്താവേ ഉള്ളൂ രണ്ടെണ്ണത്തിനും കൂടിയിട്ടേ. ദേവി പാർവതിയും ഗംഗാദേവിയും ഭഗവാന്റെ ഭാര്യമാരാ. അവരോട് ചെന്ന് ചോദിക്കാൻ പാടുവോ? സംശയിക്കാനൊന്നുമില്ല. ഒന്ന് പാർവതി. ആരാ പാർവതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഭഗവാൻ ആദ്യം വിവാഹം ചെയ്തത് പാർവതി ദേവിയാണ്. അതാണ് ആദ്യത്തെ പ്രിയതമ. പിന്നെയോ സാക്ഷാൽ ഗംഗ. തലയിൽ കണ്ടിട്ടുണ്ടോ? അവനവന്റെ തലയിൽ ഒന്നും ഇല്ലാത്തപ്പോ മനസ്സിലായി, ഒന്നും നിശ്ചയില്ല. ആരാ ഗംഗാന്ന് നിശ്ചയില്ല, ആരാ പാർവതി നിശ്ചയില്ല. പാർവതി വെച്ചിട്ട് അടുത്ത വീട്ടിലെ ഏതോ പാർവതി എന്നാ നിരീക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇത് ആ പാർവതി അല്ല, ഇത് ഭഗവാന്റെ ഭാര്യ പ്രിയതമയായിരിക്കുന്ന പാർവതി ദേവിയോ ഗംഗാദേവിയും. ഇപ്പൊ മനസ്സിലായോ? അവിടെ ചോദിച്ചിട്ട് കാര്യമില്ല, ഇതൊക്കെ ഇവിടെയാ ചോദിക്കേണ്ടത്. അല്ലാതെ അവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിക്കുക. ഇപ്പൊ മനസ്സിലായല്ലോ, ഒക്കെ മനസ്സിലാക്കണ ആളാ. ഇനി അടങ്ങി ഒതുക്കി ഇരുന്നോളൂ, പറഞ്ഞില്ല എന്ന് വേണ്ട. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി തരാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അതിനെ പിടിച്ച് ഇവിടെ നിർത്തിയാൽ പോരെ. ഞാനിവിടെ അങ്ങോട്ട് വല്ലതും പറയേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ആവശ്യമില്ല. പക്ഷേ അർജുനൻ ആലോചിച്ചു, ഭഗവാന്റെ ഭാര്യമാരോട് ചോദിക്കുന്നത് ഉചിതമല്ല. ഇനിയിപ്പോ എന്താ വേണ്ടത്? ഭഗവാന്റെ മക്കളുണ്ട്. സാക്ഷാൽ ഉണ്ണിഗണപതി ഇരിക്കുന്നു. എണീക്കൂ. ാണല്ലോ ചാടി പുറപ്പെട്ടത് ആദ്യം. ഉണ്ണിയെ വിളിച്ചപ്പോ ശാസ്താവ് എണീക്കുക. കാളിനെ അങ്ങനെ കയ്യിൽ പിടിക്കാൻ. കാളി എവിടെയോ വീണിട്ട് കയ്യൊക്കെ പോയിരുന്നു. അതിനെ നേരെ പിടിക്കുക. എണീക്കൂ കാളി. ഇനി രണ്ടാളും കൂടെ എവിടെ? ഇവിടെ വരിക. ഉണ്ണിഗണപതി ഭഗവാന്റെ പുത്രനാണ്. പിന്നെയോ സുബ്രഹ്മണ്യൻ ഭഗവാന്റെ പുത്രനാണ്. ശാസ്താവ് ഭഗവാന്റെ പുത്രനാണ്. ഈ കാളി ആരാണ്? ഭഗവാന്റെ പുത്രിയാണ്. ഈ 4 ഉണ്ണികളോട് ചോദിക്കാൻ പറ്റുമോ? ഭഗവാന്റെ കയ്യിലുള്ള പാശുപതാസ്ത്രം എടുത്തു തരൂ. ചോദിക്കാൻ പാടില്ല. അർജുനൻ ആലോചിച്ചു, ഭഗവാനോട് ചോദിക്കാൻ പാടില്ല. ഭഗവാൻ ആരാണ്? ത്രിലോക്യനാഥനാണ്. ലോകത്തിന്റെ മുഴുവൻ മുഖ്യനാണ്. മുഖ്യന്റെ അടുത്ത് നേരിട്ട് ഒരു കാര്യവും ഇപ്പൊ ചോദിക്കാൻ പറ്റില്ല. പിന്നെയോ ഭാര്യനെ ചെന്ന് കാണുക, അതും യോഗ്യന്മാർക്ക് ചേർന്നിട്ടുള്ള കാര്യമല്ല. മക്കളെ ചെന്ന് കാണുക, അതും യോഗ്യന്മാർക്ക് ചേർന്നിട്ടുള്ള. ഒന്ന് ആലോചിച്ചു, ഇനിയിപ്പോ എന്താ വേണ്ടത്? ഭാര്യനെ കണ്ടിട്ട് കാര്യമില്ല, മക്കളെ കണ്ടിട്ട് കാര്യമില്ല. അർജുനൻ ആലോചിച്ചു, മരുമകൻ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. അതിലിപ്പോ മരുമകനില്ലേ. ഇപ്പൊ കാര്യങ്ങൾ നടത്താൻ ഭാര്യനെയും മക്കളെക്കാൾ നല്ലത് മരുമകനേക്കാണ് കാണുന്നത്. മുഖ്യന്റെ കയ്യിൽ നിന്ന് ഒരു കാര്യം നടക്കണമെങ്കിൽ ആദ്യം കാണേണ്ടത് മുഖ്യനെയല്ല, മരുമകനെ. ഇപ്പൊ മരുമകന്റെ പിന്നാലെ എല്ലാവരും. ഇവിടെ മരുമകൻ ഇല്ലാത്തത് കൊണ്ട് അർജുനന് തോന്നി ഇതൊന്നും യോഗ്യന്മാർക്ക് ചേർന്നിട്ടുള്ളതല്ല. ഒരു കാര്യം ചോദിച്ചു മേടിക്കാൻ പാടില്ല. ഞാൻ ആരാണ്?
ഭക്തനാണ്. അങ്ങനെയുള്ള ഭക്തൻ ഭഗവാന്റെ അടുത്ത് നിന്നുള്ള ഒരു കാര്യം ചോദിച്ച് മേടിക്കുവോ? ഇല്ല. ഇന്നിപ്പോ എങ്ങനെയാണ് ഭക്തൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം നടക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒക്കെ കൂടി ഭഗവാന്റെ മുന്നിലേക്ക് അങ്ങോട്ട് വരും. ആ വരവ് കണ്ടാൽ തന്നെ അറിയാം. നോക്കൂ, ഇത്രയും ഭക്തര് പുറപ്പെട്ടുള്ളത് എന്തിനാണ് എന്നാണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ നോട്ടം എന്ന് പറയോ, ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് തോന്നിപ്പോവില്ലേ? അങ്ങനെയല്ല ഭക്തൻ വേണ്ടത്. ഭക്തനായി കഴിഞ്ഞാ നിത്യവും പ്രഭാതത്തിങ്കൽ ഭഗവാന്റെ അടുത്ത് വരിക. ഇന്ന് വന്നവര് മുഴുവൻ ഇന്നത്തെ മാത്രമല്ല വരേണ്ടത്, എല്ലാ ദിവസവും വരണം. അതാണ് യഥാർത്ഥ ഭക്തൻ. യഥാർത്ഥ ഭക്തന്റെ മനസ്സില് യുക്തിയാണ്, അല്ലാതെ വിശപ്പല്ല ഉണ്ടാവുക. ഇന്നിപ്പോ ഭക്തന്റെ മനസ്സിൽ എന്താണ്? വിശപ്പാണ്. വിശപ്പ് മാറ്റാൻ വേണ്ടി ഭഗവാന്റെ മുന്നിൽ വരിക. അങ്ങനെയല്ല ഭക്തൻ ചിന്തിക്കേണ്ടത്. ഭക്തൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ മുന്നിൽ വന്ന് മനസ്സർപ്പിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. അർജുനന് തോന്നി, ഞാൻ ഭക്തിയോടുകൂടി ഭഗവാന്റെ അടുത്ത് ചെന്ന് തപസ്സനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എന്റെ അടുത്ത് വന്ന് എനിക്ക് പാശുപതാസ്ത്രം തരുമെന്ന് ആലോചിച്ചു. അപ്പോഴാണ് അർജുനന് തോന്നി, വെറുതെ എങ്ങോട്ട് പോയിരുന്നിട്ട് കാര്യമില്ല, ഭഗവാനെ ധ്യാനിച്ച് തപസ്സനുഷ്ഠിക്കണം. അതിനിപ്പോ എന്താ വേണ്ടത്? പുറപ്പെടുന്നതിന് മുമ്പ് ആചാര്യന്മാരെ ഒന്ന് പോയി കാണേണ്ടതുണ്ട്. ആ പുറപ്പെട്ടു. കൃപാചാര്യന്റെ വരവുണ്ട്. അതേ കൃപാചാര്യന് ഇവിടെ പ്രായമൊക്കെ ആയി, കുറേശ്ശെ കഷണ്ടിയൊക്കെ ബാധിച്ചു തുടങ്ങി. അനുഗ്രഹം ഏറ്റുവാങ്ങി, ദ്രോണാചാര്യരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി. ഓരോരുത്തരും പുറപ്പെട്ട് വരുന്നുണ്ട്. രണ്ട് ഉണ്ണികളെ വേഗത്തിൽ വരിക, വേഗം വേഗം ഓടി വരിക. ഇവിടെ രണ്ടാളുകൾ ഓടി വരിക. രണ്ടാൾ ഓടി വരിക അതിവേഗത്തില്. സമയം കാലമൊന്നുമില്ല. ഞാൻ പുറപ്പെട്ട് അവിടെ ഇരിക്കുക. നകുലൻ സഹദേവൻ അവരോട് പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ. എന്താ അങ്ങനെ കയ്യും കെട്ടി നിൽക്കണത്? ഇവിടെ വരൂ. ഞാൻ പോണ കാര്യമൊക്കെ ഒന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഇല്ലേ? ഇവിടെ ഓടി വരിക. വരുന്നത് ഇതിന് മുഴുവൻ ചുമതലയുള്ള ആളെ, ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. ഓടി വരിക. ഇവിടെ ഇരിക്കുക. അനുഗ്രഹിക്കണം. സംശയമൊന്നും ഉണ്ടായില്ല. ഭീമസേനൻ ഇവരോടൊക്കെ ക്രമത്തിൽ അങ്ങോട്ട് പറഞ്ഞ് അർജുനൻ പുറപ്പെടാൻ വേണ്ടി ആലോചിച്ചപ്പോഴാണ് അർജുനൻ ഒരാളോട് മാത്രം പറയലുണ്ടായില്ല. അതാരാ എന്നാണെങ്കിൽ വേറെ ആരുമല്ല, ഇവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട്. ആര്? സാക്ഷാൽ കുന്തിദേവി. വായിലെ പല്ലൊക്കെ പോയി, വെപ്പോന്നായി, പ്രായം കുറച്ചായി. പക്ഷേ അമ്മയോട് പറയാതെ പുറപ്പെടാൻ പറ്റുമോ? അർജുനന് തോന്നി അമ്മയോട് പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്. നേരെ അർജുനൻ ആരുടെ അടുത്തേക്ക് വന്നു? അമ്മയുടെ അടുത്ത് വന്നു എന്ന് മാത്രമല്ല, അല്ലേ അമ്മ എന്നങ്ങട് അഭിസംബോധന ചെയ്തു. എന്താ എങ്ങനെ ഇരുന്ന് കണ്ണു നിറയണത്? ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ലൊരു അമ്മയെ വിളി കേട്ടിട്ടില്ല അല്ലേ? മക്കള് അമ്മയെന്ന് വിളിക്കുമ്പോ ഇങ്ങനെ വേണം അമ്മയെന്ന് വിളിക്കാൻ. എന്താ? മനസ്സറിഞ്ഞുകൊണ്ട് വേണം മക്കള് അമ്മയെങ്ങോട്ട് വിളിക്കാൻ. അമ്മയെന്ന് വിളിക്കേണ്ട താമസം. കണ്ണു തുറന്നു നോക്കിയപ്പോ മഹാകേമനായ മകൻ മുന്നിൽ അങ്ങോട്ട് നിൽക്കണോ? സംശയമൊന്നും ഉണ്ടായില്ല. നിമിഷ നേരം കൊണ്ട് മകൻ അർജുനൻ കാര്യങ്ങള് അമ്മയോട് പറഞ്ഞുകൊണ്ട് കൊടുത്തു. ഇത് കേട്ട അമ്മയ്ക്ക് തോന്നി, എന്തിനാണ് അർജുനൻ എന്നോട് പറയേണ്ട അവസ്ഥ? എന്താ കാരണം? അർജുനൻ മഹാകേമൻ. അത് മാത്രമാണോ? അർജുനന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വിവാഹം കഴിഞ്ഞിട്ടുള്ള മക്കള്, മഹാകേമന്മാരായിട്ടുള്ള മക്കള് ഏതെങ്കിലും കാര്യം നടത്താൻ വേണ്ടി പോകുമ്പോ അമ്മയോട് പറയോ? ഇന്നത്തെ കാലത്ത് മഹാകേമനാവൂന്നും വേണ്ട, വിവാഹം കഴിഞ്ഞാൽ തന്നെ അമ്മയോട് കാര്യങ്ങൾ പറയില്ല. പിന്നെ ആരോടാ പറയുക? സകലതും പറയണത് പ്രിയതമ്മയോടാണ്. ആരാ പ്രിയതമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയോടാണ്. ഇന്ന് മക്കള് മുഴുവൻ കാര്യങ്ങൾ പറയുക. ഈ ഭാര്യ വേണം ആരോട് പറഞ്ഞു കൊടുക്കാൻ? അമ്മയോട് പറഞ്ഞു കൊടുക്കാൻ. ഭർത്താവിന്റെ അമ്മ എന്ന് പറയുന്നത് ഭാര്യയുടെ മുന്നിൽ ഏതാ സ്ഥാനം നിശ്ചയുണ്ടോ? അത് ചിലപ്പോ പറഞ്ഞപ്പോ ഒക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ മാറിയിരിക്കാൻ സാധ്യതയുണ്ട്. അമ്മായിയമ്മ എന്നൊക്കെ പറയും. നല്ല കഥയായില്ലേ? അമ്മായിമ്മനെ കണ്ടാൽ തന്നെ നോക്കാത്ത വീടാണ്. പിന്നെയല്ലേ ഭർത്താവ് എവിടേക്കാ പോയിട്ടുള്ളത് അമ്മായി കൂടെ മിണ്ടാൻ വേണ്ടി പുറപ്പെടുക. ഇന്നത്തെ കാലത്ത് അങ്ങനെയായി തീർന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. വിവാഹം കഴിഞ്ഞാലോ മഹാകേമനായാലോ ഒരു കാര്യം നടക്കണമെങ്കിൽ ആ കാര്യം അമ്മയോട് പറയേണ്ട ഉത്തരവാദിത്തമാർക്കുണ്ട്. മകനുണ്ട്. ആവശ്യമൊന്നും ഉണ്ടായില്ല. അങ്ങനെ മകനായി തീർന്ന അർജുനൻ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് കേട്ട അമ്മയ്ക്ക് സന്തോഷമായി എന്ന് മാത്രമല്ല, നിമിഷ നേരം കൊണ്ട് അമ്മയുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് അർജുനൻ കാലിക്കൽ അങ്ങോട്ട് കടന്നു. കുന്തിദേവി നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താ?
മകൻ കാലില് വീണിരിക്കുക. മക്കള് കാലില് വീണ് കഴിഞ്ഞാൽ അമ്മമാരെന്താ ചെയ്യുക എന്നാണെങ്കിൽ, ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ സംശയിക്കാനൊന്നുമില്ല. മക്കള് കാലില് വീണ് കഴിഞ്ഞാൽ അമ്മ സൂക്ഷിച്ചു നോക്കും. എന്താ കാരണം? ഇവൻ കാല് പിടിക്കാനാണോ കാല് പിടിച്ച് താഴ്ത്തിക്കിടാനാണോ അറിയില്ലല്ലോ. ഇപ്പൊ അങ്ങനെയുള്ള മക്കളുള്ള കാലഘട്ടമാണ്. അമ്മ നോക്കിയപ്പോ കാര്യം മനസ്സിലായി, കാല് വാരാനല്ല കാല് പിടിക്കാനാണ്. അതാണ് മക്കള് പഠിക്കേണ്ടത്. അമ്മയുടെ കാല് വാരി താഴ്ത്തിയിടല്ല മക്കളുടെ ധർമ്മം, കാല് പിടിച്ച് അനുഗ്രഹം വാങ്ങലാണ്. അങ്ങനെ കാല് പിടിക്കാനാണെന്ന് മനസ്സിലാക്കി തീർത്തപ്പോ അമ്മ അനുഗ്രഹിച്ചു. എങ്ങനെയാ അമ്മ അനുഗ്രഹിച്ചത് എന്നാണെങ്കിൽ, വിജയ് ഭവ ദീർഘായുസോ, നീയേ ദീർഘായുസോടുകൂടി വിജയിച്ചു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അനുഗ്രഹിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കൂ, മറ്റുള്ളവരൊക്കെ വിജയിച്ചു വരാൻ പറഞ്ഞപ്പോ അമ്മ ഇവിടെ എന്താ പറഞ്ഞത്? ദീർഘായുസോടുകൂടി വിജയിച്ചു വരാൻ. എന്താ കാരണം എന്നാണെങ്കിൽ, ആയുസ്സുണ്ടെങ്കിലല്ലേ വിജയം ഉണ്ടാവുള്ളൂ. അതാണ് അമ്മ മക്കളെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് അമ്മ മക്കളെ കുറിച്ച് എന്താ ചിന്തിക്കുക? ദീർഘായുസല്ല, മകനെ നീ നന്നായിട്ട് വിജയിക്കണം, മകനെ നിനക്ക് സമ്പൂർണ്ണ വിജയം ഉണ്ടാവണം, മകനെ നിനക്ക് നല്ല സമ്പത്ത് ഉണ്ടാവണം, മകനെ നിനക്ക് നല്ല വിവാഹം കഴിക്കണം, മകനെ നീ നല്ല വാഹനം മേടിക്കണം, മകനെ നീ നല്ല ഭവനം ഉണ്ടാവണം, ഒക്കെ കേമാവണം എന്നാണ് അമ്മമാര് ഇന്നത്തെ കാലത്ത് ചിന്തിക്കുക. യഥാർത്ഥത്തിൽ അമ്മ മക്കളെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഒന്നുമല്ല, ആയുസ്സുണ്ടെങ്കിലല്ലേ പഠിക്കാൻ പറ്റൂ, ആയുസ്സുണ്ടെങ്കിലല്ലേ വിജയിക്കാൻ പറ്റൂ, ആയുസ്സുണ്ടെങ്കിലല്ലേ പ്രവർത്തിക്കാൻ പറ്റൂ, ആയുസ്സുണ്ടെങ്കിലല്ലേ സമ്പത്തുള്ളൂ, ആയുസ്സുണ്ടെങ്കിലല്ലേ വാഹനമുള്ളൂ, ആയുസ്സുണ്ടെങ്കിലല്ലേ ഭവനമുള്ളൂ. അപ്പോ ആയുസ്സിനെ പ്രദാനം ചെയ്ത ആള് തന്നെയാണ് ആയുസ്സിനെ കൊടുക്കേണ്ടതോ സംരക്ഷിക്കേണ്ടതോ. അതാണല്ലോ അമ്മയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃദേവിയാണ്, ജന്മം കൊടുത്ത ആളാണ്, ജന്മം സംരക്ഷിക്കേണ്ടത്. ആ ബോധ്യം ആർക്കാ വേണ്ടത്? അമ്മയ്ക്കാണ് വേണ്ടത്. ഇതെന്റെ മകനാണ്, ഇതെന്റെ മകളാണ്, ഞാൻ ജന്മം കൊടുത്തതാണ്, ഈ ജന്മത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണെന്നുള്ള ബോധ്യം അമ്മയ്ക്കുണ്ടാവണം. പക്ഷേ അമ്മയ്ക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ആ ബോധ്യം മക്കൾക്ക് കൂടി വേണം. എന്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ജന്മമുണ്ടായി തീർന്നത്, എന്റെ മാതാപിതാക്കൾ കാരണമാണ് ഞാനായി തീർന്നത് എന്നുള്ള ബോധ്യം മക്കൾക്ക് ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? കേട്ടിട്ടില്ലേ, അമ്മയിരിക്കുമ്പോ മകനില്ലാത്ത അവസ്ഥ, അമ്മയിരിക്കുമ്പോ മകളില്ലാത്ത അവസ്ഥ, രക്ഷിതാക്കൾ ഉണ്ടാവുമ്പോ മക്കളില്ലാത്ത അവസ്ഥ. എന്താ കാരണം? രക്ഷിതാക്കളൊന്ന് ആലോചിച്ചാ മതി, പിതാവൊന്ന് മനസ്സിൽ കരുതിയാ മതി, മാതാവൊന്ന് മനസ്സിൽ കരുതിയാ മതി. എന്റെ മകൻ എന്താ ഇങ്ങനെയായത്, എന്റെ മകളെന്താ എന്നോട് ഇങ്ങനെ പെരുമാറിയത് ആലോചിച്ചാ മതി. ആദ്യം വേണ്ടത് രക്ഷിതാക്കളെ അനുസരിക്കുക. ഇവിടെ വരും, ഇവിടെ വരൂ. അനുസരണയാ ആദ്യം വേണ്ടത്. രക്ഷിതാക്കളെ വിളിച്ചു കഴിഞ്ഞാൽ മക്കൾ അടുത്ത് വരിക ഉത്തരവാദിത്വമാണല്ലോ. അപ്പോ ഈ ബോധ്യം ആയിരിക്കാ വേണ്ടത്? മക്കൾക്ക് വേണം. അങ്ങനെ അമ്മയുടെ അനുഗ്രഹം ആരെ ഏറ്റുവാങ്ങി? അർജുനൻ ഏറ്റുവാങ്ങിക്കൊണ്ട് എവിടേക്ക് പ്രവേശിച്ചു? തപസ്സനുഷ്ഠിക്കാനായിട്ട് കൈലാസത്തിന്റെ താഴ്വരയിലേക്ക് ഇങ്ങോട്ട് പുറപ്പെട്ടു. അനവധി ദൂരം സഞ്ചരിച്ചിട്ടാണ് കൈലാസത്തിലെത്തുക. ആദിത്യദേവൻ കിടക്കുതിച്ച് പടിഞ്ഞാറസ്തമിക്കുമ്പോ ദിനരാത്രങ്ങൾ ഇങ്ങനെ കല്യാണങ്ങൾ തുടങ്ങി. സർവ ഭഗവാന്റെ നാമധേയങ്ങളെ കൊണ്ട് മുഖരിതമാക്കി തീർത്തുകൊണ്ട്, സർവ ശിവമയമാക്കി തീർത്തുകൊണ്ട് കാര്യം പുറപ്പെട്ടു. സാക്ഷാൽ അർജുനൻ കൈലാസത്തിന്റെ താഴ്വരയിലേക്ക് പുറപ്പെട്ടു. അനവധി ദൂരം സഞ്ചരിച്ച് കൈലാസത്തിന്റെ താഴ്വരയിലുള്ള വനപ്രദേശത്ത് ആരെത്തല് കഴിഞ്ഞു? സാക്ഷാൽ അർജുനൻ എത്തല് കഴിഞ്ഞു. ആ അർജുനൻ വനത്തിലെത്തിയപ്പോ കാണുന്ന കാഴ്ച എന്താ എന്നാണെങ്കിൽ, വനപ്രദേശം എന്ന് പറയുന്നത് നിസാരപ്പെട്ട വനമൊന്നുമല്ല. ചെറിയ വൃക്ഷങ്ങളെ കൊണ്ട് സമ്പന്നമായി, ഇടത്തരം വൃക്ഷങ്ങളെ കൊണ്ട് സമ്പന്നമായി, വലിയ വൃക്ഷങ്ങളെ കൊണ്ടൊക്കെ സമ്പന്നമായിട്ടുള്ള കാട്ടിലേക്ക് കടന്നപ്പോ ഏതാ ഈ രണ്ട് പന്നികൾ അവിടെ നിന്ന് ചാടി എണീറ്റ് പോണത്? ഒരു ഒന്നാന്തര വെള്ള പന്നിയാണല്ലോ പോണത്. ഒരു പന്നി മാത്രമല്ല കേട്ടോ, വേറൊരു പന്നിയും കൂടെ ചാടി വന്ന് നിൽക്കുന്നുണ്ട്. ഇത് ഏതാ ഒരു കൊരങ്ങൻ ഇവിടെ ചാടി നിൽക്കുന്നത്? ഇത് വാലുള്ള കൊരങ്ങനാണല്ലോ. ഇത് അപ്പുറത്തെ ഒരു വാലില്ലാത്ത കൊരങ്ങൻ. നോക്കുമ്പോ കാട്ടിൽ ചെന്നപ്പോ നിരവധി മൃഗങ്ങള്. അതങ്ങനെയാണല്ലോ, കാടായി കഴിഞ്ഞാൽ മൃഗങ്ങള് അനവധി ഉണ്ടാവും. പക്ഷികള്, ആ കാട്ടുപോത്തുകള്,
മയിലുകള് ഏതാ ഒരു ഒന്നാന്തരം കൊമ്പൻ, ഒരു ഒന്നാന്തരം ഒരു പിടിയാനെ കൂട്ടം പോണ്ട് കിട്ടോ. അതിന്റെ ആസനം കണ്ടാൽ തന്നെ പേടിയാവും. ഒരു കാട്ടാന, അംശമൊന്നും ഉണ്ടായില്ല. ഇത് ഏതൊരു വെള്ളാന അവിടെ വായ പൊളിച്ച് നിൽക്കണ്ടല്ലോ. ഇത് കാട്ടിലേക്ക് ചാടി വന്നതാണെന്ന് തോന്നുന്നത്. 2 പന്നികൾ ചാടി ഇറങ്ങി വന്നിരിക്കുന്നുണ്ട് ഇവിടെ. മൃഗങ്ങള് അനവധി കാണാനൊക്കെ തുടങ്ങി. അത് മാത്രമാണോ? അല്ല, പക്ഷികളുണ്ട്, ഇടത്തരം മൃഗങ്ങള്, ആ വലിയ മൃഗങ്ങള്, ഘോര മൃഗങ്ങള്, മയിലുകള് നൃത്തം ചവിട്ടുന്നു. കൗതുകമുള്ള കാഴ്ചയല്ലേ. കാട്ടിലെങ്ങോട്ട് ചെല്ലണ സന്ദർഭത്തിൽ മയിലുകളെ കാണുമ്പോ സന്തോഷത്തെ ഉളവാക്കൂല്ലേ. പീലി നിവർത്തിയിട്ടുള്ള മയിലുകള് എന്താ ഒരു സൗന്ദര്യം നോക്കൂ. ആ പെൺമയിലിന്റെ പിന്നാലെ വേറൊരു ആൺമയിൽ ഇങ്ങനെ പിന്നാലെ നടക്കുന്നുണ്ട്. കുട്ടി മയിലുകള് പിന്നാലെ നടക്കുന്നുണ്ട്. ഇത് ഏതാ ഒരു കാട്ടുപോത്ത് ഒരു കുട്ടിനെ എടുത്തിട്ട് പോകണ്ടല്ലോ. അവനവന്റെ കുട്ടി തന്നെയാണെന്നാ തോന്നുന്നത്. കാട്ടുപോത്തെ ആ കുട്ടിനെയൊക്കെ തോളിൽ കരുതിയിട്ട് പോയിട്ടുണ്ട്. അത് മാത്രമല്ല, ആ മാനുകള് ഒരു ഭാഗത്തുണ്ട്. എന്താ മാനുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടില് മയിലുകൾ കഴിഞ്ഞാൽ പിന്നെ കൗതുകമുള്ള മൃഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുകളാ. മാനുകൾ ഇങ്ങനെ ചാടി നടക്കുമ്പോ കാണുന്നത് തന്നെ കൗതുകം ഉളവാക്കുന്നതാ. കാട്ടിലുള്ള മാനുകളുടെ പ്രത്യേകത എന്താ? ഒരു മാനിങ്കിട ചാടി വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് വേറൊരു മാനിങ്കിട് ചാടും. ഈ ചാടുന്നത് പുരുഷമാനാണെങ്കിൽ ആ പുരുഷമാനെ കണ്ടാൽ ചാടുന്നത് ഏത് മാന എന്നാണെങ്കിൽ സ്ത്രീമാന. അതങ്ങനെ തന്നെയാണല്ലോ. പുരുഷനെ കണ്ടാൽ സ്ത്രീക്ക് ഒരു ഇളക്കുണ്ട്. അംശമൊന്നും ഉണ്ടായിട്ടില്ല. ആ കാട്ടില് ഒരു മാനിങ്കിട് ചാടും. ഒന്നൊന്നുമല്ല, 1, 2, 3 അങ്ങനെ നിരവധി മാനികള് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് മുഴുവൻ ആൺമാനികള്, ഒരു ഭാഗത്ത് മുഴുവൻ പെൺമാനികള്. ഈ മാനികളുടെ കളികൾ ഇങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആണും പെണ്ണൊക്കെ ചേർന്ന് നടക്കാനൊക്കെ തുടങ്ങി. ആ അർജുനെ നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താ? ആ മാനുകളെയാണ് കാണുന്നത്. കൗതുകമുള്ള കാഴ്ചയല്ലേ. ഈ മാനുകള് ഇങ്ങനെ പോകുമ്പോ കാണുമ്പോ എന്താ തോന്നുക? പോണോ, മാൻകൂട്ടങ്ങൾ ഇങ്ങനെ പോണോ എന്നല്ലേ നിരീക്കുക. എന്തൊരു കൗതുക കാണാൻ. ആ മാൻകൂട്ടത്തെ കാണാൻ എന്തൊരു കൗതുക. പോണോ മാൻകൂട്ട, ഇതാ പോണോ മാൻകൂട്ട. ആണും പെണ്ണും ചേർന്നിട്ടുള്ള മാൻകൂട്ടങ്ങള്. മാൻകൂട്ടം അല്ലാട്ടോ, ഈ കാട്ടിലുള്ള മാൻകൂട്ടങ്ങളാ. ഇപ്പൊ മാൻകൂട്ടം മാൻകൂട്ടം എന്നൊക്കെ പറഞ്ഞ എല്ലാവരും മാൻകൂട്ടം 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 എന്നാ നിരീക്കുക. ഇവിടെ അതല്ല, ആണും പെണ്ണൊക്കെ ചേർന്നിട്ടുള്ള മാൻകൂട്ട. ഇത് ആണും പെണ്ണും ചേർന്നിട്ടുള്ള മാൻകൂട്ടം അല്ലാട്ടോ പറഞ്ഞു വരുന്നത്. ഇവിടെ കാട്ടിലുള്ള മാൻകൂട്ടങ്ങളെ കണ്ട് കൗതുകത്തോടുകൂടി ആ അർജുന് നടന്നു നീങ്ങുന്ന സന്ദർഭത്തിൽ ഇടജന്തുക്കളെയൊക്കെ കാണാനായിട്ട് തുടങ്ങി. എന്താ ഇടജന്തുക്കൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂ? കാട്ടിലുള്ളതാണ് കേട്ടോ, നാട്ടിലുള്ളതല്ല. നാട്ടിലും ചില ഇടജന്തുക്കളുണ്ട്. ഈ സമയമായതുകൊണ്ട് കുഴപ്പമില്ല. സന്ധ്യാസമയമായി കഴിഞ്ഞാൽ ഈ ഇരിക്കണതൊക്കെ നന്നായിട്ട് അടിയാനായിട്ട് തുടങ്ങും. ഇപ്പൊ എങ്ങനെ ഇരിക്കും. സന്ധ്യാനേരം കഴിഞ്ഞാൽ പിന്നെ ഓരോന്നും കാട്ടില്ലേ. നാട്ടിൽ ചില പാമ്പുകളുണ്ട്. ആദ്യമൊക്കെ നടന്നു നിന്നു ആ പാമ്പ്. പിന്നെ കുറച്ച് താന്നങ്ങോട്ട് പോകും. പിന്നെ കിടന്നങ്ങോട്ട് ഇടയാനങ്ങോട്ട് തുടങ്ങും. അതിന് വിഷമൊന്നും ഇല്ലാട്ടോ. അതൊരു ഉറക്കം കഴിഞ്ഞാൽ എണീറ്റ് കഴിഞ്ഞാൽ അതിന്റെ വിഷം തീരും. നാട്ടിലുള്ള പാമ്പുകള്. ഇത് കാട്ടിലുള്ള പാമ്പാ. ഓര മൃഗങ്ങള്, ഓര വിഷമുള്ള സർപ്പങ്ങള്. ഇതൊക്കെ കണ്ട് ഭയന്ന് പിന്മാറാതെ അർജുന് കാട്ടില് ചെന്ന് തപസ്സനുഷ്ഠിക്കാനുള്ള ഇടം നോക്കി തപസ്സനുഷ്ഠിക്കാനായിട്ടിരുന്നു. എങ്ങനെയാ അർജുനൻ തപസ്സനുഷ്ഠിക്കാനായിട്ടിരുന്നത് എന്നാണെങ്കിൽ ഇതുപോലെയൊന്നും അല്ല. ഇവിടുന്ന് നോക്കിയ മുഴുവനെ കാണാം. ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പാടില്ല. ഒരു സമ്പ്രദായമൊന്നുമില്ലേ. ആ കാലൊക്കെ ചമ്മലം പടിഞ്ഞ് ആ കൈകൾ അഞ്ജനീബദ്ധനാക്കി തീർത്തിട്ടാണ് ഇരുന്നിട്ടുള്ളത്. അങ്ങനെ വേണോ ഭഗവാന്റെ മുന്നിൽ ഇരിക്കാൻ. മനസ്സിലായോ? അതിന് ചില സമ്പ്രദായമൊക്കെ ഉണ്ട്. സംശയമൊന്നും ഉണ്ടായില്ല. അങ്ങനെ തപസ്സനുഷ്ഠിക്കാനായിട്ട് അത് തുടങ്ങി. സാക്ഷാൽ അർജുനൻ തപസ്സനുഷ്ഠിക്കാൻ അങ്ങോട്ട് തുടങ്ങി. തപസ് നിസാരപ്പെട്ട തപസ്സല്ല. ഭഗവാന്റെ നാമധേയങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഓംകാര മന്ത്രധ്വനികളെ കൊണ്ട് മുഖരിതമാക്കി തീർത്തുകൊണ്ട്, പഞ്ചാക്ഷരി മന്ത്രങ്ങളെ കൊണ്ട് മുഖരിതമാക്കി തീർത്തുകൊണ്ട്, സർവ ശിവമയമായി തീർന്നുകൊണ്ട് അർജുനൻ തപസ് അങ്ങോട്ട് തുടങ്ങി. ആ തപസ് അനവധി കാലം കഴിഞ്ഞു. ആ തപസ് അനവധി കാലം കഴിയുമ്പോഴോ ഭഗവാൻ അർജുനന്റെ മുന്നിലേക്ക് വരണില്ല. പക്ഷേ അർജുനന്റെ ഉള്ളിൽ തോന്നി, ഭഗവാൻ എന്റെ മുന്നിലേക്ക് വരാത്തത് എന്താണ് എന്ന് നിരീച്ച് അർജുനൻ വിചാരിച്ചു, ഞാൻ ഇവിടെ വന്നിരുന്നത് ചിലപ്പോ ഭഗവാന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എന്ത് ചെയ്യാം? ഇരുന്നു കൊണ്ട് തപസ് ചെയ്യണ്ട. ആരെങ്കിലും
ഭഗവാന്റെ അടുത്ത് വന്ന് ഇരുന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുവോ? ഇല്ല. യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത് ഭഗവാന്റെ മുന്നില് നിന്നിട്ടാ പ്രാർത്ഥിക്കുക. സംശയമൊന്നും ഉണ്ടായില്ല. ആ അർജുനൻ ഇരുന്നിടത്ത് നിന്നും എണീറ്റുകൊണ്ട് തപസ്സങ്ങട് തുടങ്ങി, നിന്നുകൊണ്ട് തപസ് ചെയ്യാനങ്ങട് തുടങ്ങി. അല്ലേ സ്വാമി പ്രസാദിക്കണേ, ഭക്തവത്സര പ്രസാദിക്കണേ, അദ്രിജാവതേ പ്രസാദിക്കണേ, കൈലാസനാഥ പ്രസാദിക്കണേ, പാർവതീ വല്ലഭ പ്രസാദിക്കണേ.